കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടത്തിലാണ് ഓപ്പറേഷൻ തുഫാൻ. തീർച്ചയായും അതിൽ എല്ലാവരും പങ്കാളികളാണ്. നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. മയക്കുമരുന്നിന്റെ വേരറക്കാൻ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടണം. വൈശാഖ് അദ്വൈത് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇപ്പോൾ തുഫാന് വേണ്ടി അദ്ദേഹം വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് ആശംസകൾ. നമസ്കാരം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പേര് ആനി. ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ്. നമ്മുടെയൊക്കെ ജീവിതം സുന്ദരമാക്കാൻ, നമ്മളെ എപ്പോഴും സന്തോഷമുള്ളവരും മിടുക്കന്മാരും ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു രഹസ്യം പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ സന്തോഷം കെടുത്താൻ ചില വില്ലന്മാരുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ അഥവാ ഡ്രഗ്സ് എന്ന് പറയുന്ന വില്ലന്മാർ. അവയിൽ നിന്ന് നമ്മൾ എങ്ങനെ അകന്നു നിൽക്കണം, നമ്മുടെ ജീവിതം എങ്ങനെ സുരക്ഷിതമാക്കണമെന്ന് നമുക്ക് പഠിക്കണ്ടേ? നിങ്ങളെ ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല നല്ല അറിവുകൾ പകർന്നു നൽകി ലഹരിക്കെതിരെ ബോധവാന്മാരാക്കാൻ വേണ്ടി നമ്മുടെ ഡോക്ടർ വെങ്കൽ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഡോക്ടർ വെങ്കലെ വിളിച്ചാലോ? ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും നന്നായി പഠിക്കാനും കളിച്ചു വളരാനും ഒക്കെ വലിയ ഇഷ്ടമാണല്ലേ? എന്നാൽ നമ്മുടെ ഈ സന്തോഷവും ആരോഗ്യവും നശിപ്പിക്കുന്ന ചില ചീത്ത ശീലങ്ങളുണ്ട്. അതാണ് ലഹരി പദാർത്ഥങ്ങൾ. പുകയില, മദ്യം, മയക്കുമരുന്നുകൾ എന്നിവയൊക്കെ നമ്മുടെ ശരീരത്തെയും ബുദ്ധിയെയും വളരെ മോശമായി ബാധിക്കും. ഒറ്റ തവണയല്ല, ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇതിലേക്ക് വീണുപോയാൽ നമ്മുടെ ഭാവി തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ ചീത്ത ശീലങ്ങളോടും നമുക്ക് എപ്പോഴും വേണ്ട, നോ എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഡോക്ടർ ലഹരി പദാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? അവ ഏതൊക്കെ തരത്തിലാണുള്ളതെന്നൊന്ന് വ്യക്തമായി പറഞ്ഞു തരുമോ? ലഹരി മരുന്നുകളെ അവ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വെച്ച് നമുക്ക് പ്രധാനമായും 3 ഗ്രൂപ്പുകളാക്കി തിരിക്കാം. ഒന്നാമത്തേത് മയക്കം തൂക്കുന്നവ, ഡിപ്രസെന്റ്സ്, കഞ്ചാവ്, ഹെറോയിൻ, കൂടാതെ മദ്യം, പുകയില എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഇത് കഴിച്ചാൽ തലച്ചോറിന്റെ പ്രവർത്തനം പതുക്കെയാകും. ആളുകൾക്ക് എപ്പോഴും മടിയും ഉറക്കവും ഒന്നിനും ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥയും വരും. പഠിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മറന്നുപോകും. രണ്ടാമത്തേത് വ്യാജ ഉണർവ് തരുന്നവ, സ്റ്റിമുലൻസ്. ഇന്ന് ചേട്ടന്മാരൊക്കെ ചതിക്കുയിൽ വീഴ്ത്തുന്ന MDMA, കൊക്കെയിൻ എന്നിവയാണ് ഇതിൽ പ്രധാനം. ഇത് കഴിച്ചാൽ പെട്ടെന്ന് വലിയ എനർജി തോന്നുമെന്നും ഉറങ്ങേണ്ടി വരില്ലെന്നുമൊക്കെ വില്ലന്മാർ കള്ളം പറയും. എന്നാൽ സത്യത്തിൽ ഇത് തലച്ചോറിലെ ഞരമ്പുകളെ കരിച്ചു കളയുന്ന അതീവ അപകടകാരിയായ മരുന്നാണ്. ഇനി മൂന്നാമതായി ഇല്ലാത്ത കാര്യങ്ങൾ തോന്നിപ്പിക്കുന്നവ, ഹെലുസിനോജൻസ്, സ്റ്റാമ്പുകൾ, LSD, മാജിക് മഷ്റൂം എന്നിവ ഇതിൽപ്പെടുന്നു. ഇത് ഉപയോഗിച്ചാൽ മനുഷ്യന്റെ യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടും. ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, പാമ്പും ഭൂതവുമൊക്കെ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നുക, വായുവിൽ പറക്കുന്നതായി തോന്നുക തുടങ്ങിയ വിഭ്രാന്തികൾ ഉണ്ടാകും. പേടിച്ച് ആളുകൾ ജീവൻ വരെ കളയാൻ ഇത് കാരണമാകും. ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മുടെ ജീവിതത്തെ വളരെ പ്രയാസത്തിലാക്കും. വലിയ വില കൊടുക്കേണ്ടി വരും. ഇതിന്റെ ദോഷങ്ങളെ നമുക്ക് 3 രീതിയിൽ വ്യക്തമായി പറയാം. ഒന്നാമതായി ശാരീരിക നാശം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളായ കരളും വൃക്കകളും ഹൃദയവുമൊക്കെ വളരെ വേഗം കേടാവും. ഓർമ്മശക്തി പൂർണ്ണമായി നശിക്കും. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെക്കുന്നത് വഴി എയ്ഡ്സ്, HIV, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള മാരക രോഗങ്ങൾ വരും. ഒടുവിൽ ദാരുണമായ മരണത്തിലേക്ക് എത്തും. രണ്ടാമതായി മാനസികമായ തകർച്ച. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും കടുത്ത ദേഷ്യം വരും. ചെറിയ കാര്യത്തിന് പോലും വീട്ടുകാരോട് വഴക്കിടും, കള്ളം പറയും. പിന്നീട് കടുത്ത വിഷാദത്തിലേക്കും ഡിപ്രഷൻ, ഭയത്തിലേക്കും വീണുപോകും. പലരും സ്വന്തം ജീവൻ ഒടുക്കാൻ വരെ ചിന്തിക്കും. മൂന്നാമതായി കുടുംബവും സമൂഹവും തകരും. ലഹരി വാങ്ങാൻ വലിയ തുക വേണം. കയ്യിൽ കാശില്ലാതെ വരുമ്പോൾ ഇവർ വീട്ടിലെ സ്വർണവും പണവും മോഷ്ടിക്കാൻ തുടങ്ങും. അതോടെ അച്ഛനും അമ്മയും സങ്കടപ്പെട്ട് കണ്ണീരിലാകും. ലഹരി ഉപയോഗിക്കുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തും. പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ടുപോയാൽ ജയിലിൽ കിടക്കേണ്ടി വരും. അതോടെ അവരുടെ ഭാവി പൂർണ്ണമായി ഇരുളിലാകും. ഡോക്ടർ, അബദ്ധത്തിൽ ഇതിൽ പെട്ടുപോയ ഒരാളെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ ഈ ചതിക്കുഴിയിൽ വീഴാതെ രക്ഷിക്കാൻ എന്തൊക്കെയാണ് വഴികൾ? അതിന് വളരെ കൃത്യമായ 4 വഴികളുണ്ട്. ഇതും നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒന്നാമതായി നോ എന്ന് ഉറപ്പിച്ചു പറയുക.
നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ വന്ന് നിർബന്ധിച്ചാൽ പോലും എനിക്ക് എൻ്റെ ജീവനും കുടുംബവും വേണം, അതുകൊണ്ട് ലഹരിയോട് ഞാൻ ഇല്ല എന്ന് പറയും എന്ന ധൈര്യത്തോടെ മുഖത്തു നോക്കി പറയണം. സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ഒന്നാമത്തെ വഴി. രണ്ടാമതായി, പേടിക്കാതെ തുറന്നു പറയുക. ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ അല്ലാതെയോ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ തരാൻ ശ്രമിച്ചാൽ അത് ഒളിച്ചു വെക്കാതെ ഉടനെ തന്നെ അച്ഛനോടോ അമ്മയോടോ സ്കൂളിലെ ടീച്ചർമാരോടോ തുറന്നു പറയണം. മാതാപിതാക്കളും അധ്യാപകരും നമ്മെ സഹായിക്കാൻ കൂടെയുണ്ടാകും. മൂന്നാമതായി, നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റുക. ബോറടിക്കുമ്പോഴോ സങ്കടം വരുമ്പോഴോ ആണ് പലരും തെറ്റായ വഴിയിലേക്ക് പോകുന്നത്. അതിനു പകരമായി നല്ല പോലെ ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കുക, ചിത്രം വരയ്ക്കുക, പുസ്തകങ്ങൾ വായിക്കുക, പാട്ട് പാടുക തുടങ്ങിയ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇത് മനസ്സിന് യഥാർത്ഥ സന്തോഷം നൽകും. നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഉപയോഗിക്കുക. ലഹരി വിൽക്കുന്ന വില്ലന്മാരെ പിടികൂടാൻ കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുണ്ട്. വിവരം അറിയിക്കാനുള്ള വാട്സപ്പ് നമ്പർ 9995966666. ഇതിൽ മെസ്സേജ് അയക്കുന്ന ആളുടെ പേര് പോലീസ് തികച്ചും രഹസ്യമായി സൂക്ഷിക്കും. ഇനി ലഹരി ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും അതിൽ നിന്ന് മോചനം നേടാൻ ചികിത്സയോ കൗൺസിലിങ്ങോ വേണമെങ്കിൽ വിളിക്കാൻ സർക്കാരിന്റെ സൗജന്യ നമ്പറുമുണ്ട്. 14405 വിമുക്തി മിഷൻ. ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. നന്ദി, നമസ്കാരം.